ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. നമ്മുടെയൊക്കെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സ് ആവശ്യമായിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് ബോക്സ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചതുരത്തിലുള്ള ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള ഐസ്ക്രീമിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഇതിൻ്റെ പിറകുവശത്ത് നിന്നും ഈ ചതുരത്തിലുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കിത് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്തിപ്പോൾ 3.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 3.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്, 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്, 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്, അങ്ങനെ 3 പീസായിട്ട് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മുകൾ വശത്ത് ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് ആദ്യമേ തന്നെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അവിടെ നിന്നും 1 ഇഞ്ചോളം വീണ്ടും മാർക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഇതേ രീതിക്ക് താഴ്വശത്ത് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് മുകൾ വശത്തെയും താഴ്വശത്തെയും പോയിന്റുകൾ നമ്മളൊന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗത്തിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് 3 പീസ് പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച് വീതിയുള്ള 3 പീസ് പ്ലാസ്റ്റിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഓരോ പീസ് വീതം എടുത്തിട്ട് നമുക്കിത് ഇതുപോലൊന്ന് നടുമടക്കി എടുക്കണം. നന്നായി കറക്റ്റ് അളവിൽ തന്നെ ഇതുപോലൊന്ന് നടുമടക്കി എടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ഫാബ്രിക് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഫാബ്രിക്കിനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഫോർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ 2 ഭാഗത്തും പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്പൂണുകൾ വെച്ചിട്ടൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചെടുക്കുന്നത് മാത്രമേ അവർ കാണിച്ചു തരുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേ വീതിയുള്ള പ്ലീറ്റ്സ് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കേട്ടോ. നമ്മൾ സാധാരണ കുറച്ചധികം വീതിയുള്ള പ്ലീറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ ഡിസ്റ്റൻസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഏതൊരു ഫാബ്രിക്കിലാണോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു പ്ലീറ്റ്സിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കഴിഞ്ഞാലൊന്നും പ്ലീറ്റ്സ് കറക്റ്റ് ലെവലിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു അരികു വശങ്ങളിൽ നമ്മൾ എന്തായാലും സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുക്കില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം ആദ്യമേ തന്നെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് കറക്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകംവശത്തേക്കായിട്ട് പിന്നീട് വരുന്ന ഭാഗത്താണ് ഇതുപോലെ നമ്മൾ എത്ര വീതിയുള്ള പ്ലീറ്റ്സിൻ്റെ ആ ഒരു സംഭവമാണോ എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് വീതിയുള്ള പ്ലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ലൈനിൽ നിന്നും 1 ഇഞ്ച് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് വെച്ച് തന്നെ നമ്മൾ കറക്റ്റ് എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്നും വേണം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിനെ അകംവശത്തേക്കായിട്ട് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാൻ. കണ്ടില്ലേ, അപ്പോൾ അവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇതേ രീതിക്ക് തന്നെയാണ് അടുത്ത ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി പേർക്ക് അറിയുന്ന ആളുകളുണ്ടാവും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ 1 ഇഞ്ചോളം ഗ്യാപ്പ് എവിടെയാണോ വരുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഫാബ്രിക്കിനെ പ്രസ് ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ അവിടെ അടുത്ത പ്ലീറ്റ്സും വന്നു.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്ത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും. എന്നാൽ നിങ്ങളിതൊന്ന് കറക്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലീറ്റ്സ് വെച്ചതിൻ്റെ തൊട്ടരികവശത്ത് നിന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇട്ടെടുത്തിട്ടുള്ള പ്ലീറ്റ്സിൻ്റെ താഴ്വശത്ത് തന്നെയായിരിക്കും അടുത്ത ചുരുക്കും വരിക. അപ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ 1 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്ലീറ്റ്സ് വെച്ചെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഉണ്ടല്ലോ 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ വിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് തിരിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതുപോലെ ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പ്ലീറ്റ്സ് കൂടി വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ഡിസ്റ്റൻസ് എത്രത്തോളം വേണം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അടുത്ത പ്ലീറ്റ്സ് കൂടി ഞാനിവിടെ ഒന്ന് കറക്റ്റ്. ഇവിടെ വീതി കുറവുള്ള പ്ലീറ്റ്സ് ആയത് കാരണം 2 or 3 പ്ലീറ്റ്സ് ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തിലൂടെ എല്ലാ ഭാഗത്തും ഒരേ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ പറയട്ടെ, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് വീതിയുള്ളതാണ് കേട്ടോ. 1 ഇഞ്ചിൻ്റെതാണെങ്കിലും 2 ഇഞ്ചിൻ്റെതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് പണി കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് എളുപ്പമാണ്. നിങ്ങളൊന്ന് കറക്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഒരു 2 or 3 തവണ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ അടുത്തതായിട്ട് 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും ഒക്കെ വേഗം പണി കഴിയും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിട്ട് കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ചോളം വീതി ആദ്യമേ തന്നെ ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫാബ്രിക്കിനെ പ്രസ് ചെയ്ത് അകത്തേക്കായിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇതേ രീതിക്ക് അടുത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് തയ്യാറാക്കി വരാം. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മളിതുപോലെ പ്ലീറ്റ്സൊക്കെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എത്രത്തോളം വേണം എന്നുള്ളതിലും പലർക്കും സംശയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പറയാം കേട്ടോ. നമ്മളിവിടെ 2 ഇഞ്ച് വീതിയുള്ളതും 1 ഇഞ്ച് വീതിയുള്ളതൊക്കെ ആയിട്ടുള്ള പ്ലീറ്റ്സ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാ പ്ലീറ്റ്സും ഒരേ വീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഞാനൊന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എത്ര വിഡ്ത്തിലാണോ നമുക്ക് ഫാബ്രിക് വേണ്ടത് അതിൻ്റെ 3 ഇരട്ടി ഫാബ്രിക് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കണം. പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടി എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്കേർട്ടിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്ന സ്കേർട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും എടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ട് × 3 പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്.
ഇങ്ങനെ വേണം നിങ്ങൾ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സംഭവം കറക്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും.